Hi friends, എൻ്റെ പേര് ദീപ്തി. വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ദീപ്തി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് താങ്ക്സ് ഗിവിങ്ങിനെ പറ്റി പഠിക്കാം. എന്താണ് താങ്ക്സ് ഗിവിങ്, അതിൻ്റെ ട്രഡീഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്റ്റോറി എന്താണ്, അതിൻ്റെ പുറകിലെ ഇതൊക്കെ നമുക്കിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ താങ്ക്സ് ഗിവിങ് എന്നുള്ള സെലിബ്രേഷനെ പറ്റി ഒരു ചെറിയൊരു എസ്സേ എഴുതാനും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു എസ്സേയുടെ സ്ക്രിപ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം താങ്ക്സ് ഗിവിങ്ങിനെ പറ്റി. നമുക്ക് ആദ്യം നോക്കാം താങ്ക്സ് ഗിവിങ് എന്താണ്. ഇത് മെയിൻലി ഒരു അമേരിക്കൻ സെലിബ്രേഷനാണ്. അമേരിക്കയിൽ എല്ലാ വർഷവും നവംബറിലെ 4ാമത്തെ തേഴ്സ്ഡേ താങ്ക്സ് ഗിവിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലെ കഥ, എന്തിനാണ് ആൾക്കാർ താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ കഥയാണ്. അപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് ആൾക്കാർ താമസിക്കാൻ വന്നത് യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. വന്ന ആൾക്കാരുടെ പേര് പിൽഗ്രിംസ് എന്നായിരുന്നു, ഇങ്ങനെ ആദ്യമായിട്ട് വന്ന ആൾക്കാരുടെ. അപ്പോൾ ഇവർ യൂറോപ്പിൽ നിന്ന് മെയ്ഫ്ലവർ എന്ന പേരുള്ള ഒരു ഷിപ്പിൽ കയറി അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിൽ പ്ലിമത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. പ്ലിമത്ത് ഇപ്പോഴത്തെ ബോസ്റ്റണിൻ്റെ അടുത്ത് ഉള്ളൊരു സ്ഥലമാണ് പ്ലിമത്ത്. അവിടെയാണ് അവർ വന്ന് ഇറങ്ങിയത്. പക്ഷെ ആദ്യം വന്നിറങ്ങിയ ഒരു വർഷം അവർക്ക് ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. പുതിയ സ്ഥലം, അവിടെ അവർ കൃഷി ഇറക്കാനൊക്കെ ശ്രമിച്ചിട്ട് അത്ര സക്സസ്ഫുൾ ആയില്ല. ആൾക്കാർക്കൊക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് മരിച്ചു. അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ടു. ഈ ആദ്യത്തെ ഫസ്റ്റ് ഇയർ അവരുടെ വിൻ്ററും ഭയങ്കര ഹാർഷായിരുന്നു. ആ വർഷത്തെ വിൻ്റർ വളരെ കഷ്ടപ്പാടായി പിൽഗ്രിംസിന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ആ കോണ്ടിനെൻറ്റിലെ നേറ്റീവ്സ് ആയിട്ടുള്ള നേറ്റീവ് അമേരിക്കൻസിനെ അവർ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ നേറ്റീവ് അമേരിക്കൻസ് ഈ പിൽഗ്രിംസിനെ ഒരുപാട് സഹായിച്ചു. എന്തൊക്കെ ക്രോപ്സാണ് അമേരിക്കയിലെ ക്ലൈമറ്റിൽ വളരുന്നത്, അവിടെ എങ്ങനെ അവിടുത്തെ മൃഗങ്ങളെ ഹണ്ട് ചെയ്യാനും അവിടുത്തെ റിവേഴ്സിൽ ഫിഷിങ്ങിനും ഒക്കെ അവരെ സഹായിച്ചു. അവരുടെ സഹായം കൊണ്ട് അടുത്ത വർഷം പിൽഗ്രിംസിന് ഒരു വളരെ നല്ല ഹാർവെസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഈ അടുത്ത വർഷത്തെ വണ്ടർഫുൾ ഹാർവെസ്റ്റിന് നേറ്റീവ് അമേരിക്കൻസിനെ താങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിൽഗ്രിംസ് ഭയങ്കര ഒരു ഫീസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഇവരെ നേറ്റീവ് അമേരിക്കൻസിനെ വിളിച്ച് സൽക്കരിച്ചു. ഈ നേറ്റീവ് അമേരിക്കൻസും പിൽഗ്രിംസും കൂടി ചേർന്ന് സെലിബ്രേറ്റ് ചെയ്ത ആ ഫീസ്റ്റാണ് നമ്മൾ ആദ്യത്തെ താങ്ക്സ് ഗിവിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് 1621 അപ്പോൾ അത്രയും പഴയ ഒരു സംഭവമാണിത്. അപ്പം ഈ ആദ്യത്തെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അത് കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴും താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പുറകിലെ കഥ. പക്ഷെ ഇപ്പോൾ നമ്മൾ താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്യുന്നത് മോർ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെയാണ്. ഫാമിലി ഗെറ്റ് ടുഗെദർ ആയിട്ടും ആൾക്കാർ ഒരു ഗിവ് താങ്ക്സ് ഫോർ യുവർ ബ്ലെസ്സിങ്സ്, ആ വർഷത്തേക്കുള്ള നമ്മുടെ ബ്ലെസ്സിങ്സിന് വേണ്ടി താങ്ക്സ് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ ഈ സെലിബ്രേഷൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ താങ്ക്സ് ഗിവിങ് സ്റ്റോറിയെ പറ്റിയുള്ള ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതാം. Thanksgiving is one of the most popular holidays celebrated by Americans. It falls on the 4th Thursday in November every year. This holiday is celebrated to commemorate the first Thanksgiving feast that took place in 1621 between the earliest European settlers and the Native Americans. The first people to come and live in America were European colonists who are commonly referred to as pilgrims. They sailed to America on a ship called the Mayflower and landed on the east coast of the US in a place called Plymouth. However, they had a very hard time in the new land. Many of them died due to illnesses and their crops were damaged by the harsh winter. At that time, the natives who lived in America came to their aid. They taught the pilgrims ways to hunt and fish and also showed them which crops work best in the American climate. Because of the help of the Native Americans, the pilgrims had a great harvest the next year. To thank the natives for their help, the pilgrims invited them to a grand feast to celebrate their harvest. This is considered the first Thanksgiving. ഇനി നമുക്ക് നോക്കാം താങ്ക്സ് ഗിവിങ് എങ്ങനെയാണ് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് താങ്ക്സ് ഗിവിങ്ങിൻ്റെ ട്രഡീഷൻസ് എന്ന് നോക്കാം. അപ്പോൾ താങ്ക്സ് ഗിവിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓണം പോലെയാണ്. അതൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസിൻ്റെ ഏറ്റവും മെയിൻ സെലിബ്രേഷൻ സാധാരണ ഒരു വലിയ ഫീസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഓണത്തിന് അങ്ങനെയല്ലേ, ഓണസദ്യയല്ലേ ഏറ്റവും വലിയൊരു സംഭവം. അതേപോലെ ആണ് താങ്ക്സ് ഗിവിങ്ങിനും. താങ്ക്സ് ഗിവിങ് ഇൻ ഡിന്നർ
അതൊരു വലിയ ഇലാബറേറ്റ് ഒരു മീലാണ്. അതാണ് താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രഡീഷൻ. അപ്പോൾ താങ്ക്സ് ഗിവിങ്ങിന് ആൾക്കാർ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ടർക്കി ആയിരിക്കും. ടർക്കിയെ റോസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ ഡിന്നറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിഷ് എന്ന് പറയുന്നത് റോസ്റ്റഡ് ടർക്കിയാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ പല വേറെ ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കും. മാഷ് പൊട്ടേറ്റോസ് ഉണ്ടാക്കും, സ്റ്റഫിങ് ഉണ്ടാക്കും. സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാൽ ബ്രെഡാണ് കൂടുതലും. അത് ചിലർ നമ്മൾ ടർക്കിയുടെ ഇന്നർ ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്ത് അതിനകത്തൊരു ക്യാവിറ്റി ഉണ്ടാവില്ലേ, അതിനകത്ത് ഈ ബ്രെഡ് വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ അതിനകത്ത് വെക്കും. ടർക്കി റോസ്റ്റ് ചെയ്യുമ്പം ടർക്കിയുടെ ഈ ജ്യൂസസ് എല്ലാം ഇറങ്ങി അതും കൂടെ ചേർന്ന് ഈ ബ്രെഡെല്ലാം കുതിർന്ന ഒരു നല്ലൊരു ടേസ്റ്റി ഒരു സംഭവമായി മാറും. അതാണ് സ്റ്റഫിങ്. പിന്നെ ക്രാൻബെറി സോസ് അല്ലെങ്കിൽ ഗ്രേവി, പംകിൻ പൈ, ഇതൊക്കെ ട്രഡീഷണലായിട്ട് താങ്ക്സ് ഗിവിങ്ങിന് ആൾക്കാർ താങ്ക്സ് ഗിവിങ് ഡിന്നറിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. മറ്റൊരു താങ്ക്സ് ഗിവിങ് ഡേ ട്രഡീഷനാണ് താങ്ക്സ് ഗിവിങ് ഡേ പരേഡ്. ഇത് എല്ലാ വർഷവും ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്ന ഒരു പരേഡാണ്. ഇത് ലൈവായിട്ട് നേഷൻ വൈഡ് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഈ പരേഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഹീലിയം ബലൂൺസ് ആണ്, ജയൻറ്റ് ഹീലിയം ബലൂൺസ് ഉണ്ടാവും. പല പല ചിൽഡ്രൻസ് ക്യാരക്ടേഴ്സിൻ്റെ ഷേപ്പിലായിരിക്കും. ഇപ്പം സ്പൈഡർമാൻ, സ്നൂപ്പി, തോമസ് ദ ടാങ്ക് എൻജിൻ, ഇങ്ങനത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ചിൽഡ്രൻസ് ക്യാരക്ടേഴ്സിൻ്റെ ഷേപ്പിലുള്ള ഹ്യൂജ് ഹീലിയം ബലൂൺസാണ് ഈ പരേഡിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ആൾക്കാർ റോഡിൻ്റെ രണ്ട് സൈഡിലും വന്ന് ഇങ്ങനെ കാത്തു നിൽക്കും ഈ പരേഡ് കാണാൻ വേണ്ടിയിട്ട്. ജയൻറ്റ് ബലൂൺസ് മാത്രമല്ല, സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഫ്ലോട്ടുകളിൽ സെലിബ്രിറ്റീസ് വരും, അവർ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പരേഡാണിത്. അപ്പോൾ ഇത് കാണുന്നതും താങ്ക്സ് ഗിവിങ് ഡേയുടെ ഒരു ട്രഡീഷനാണ്. മറ്റൊരു താങ്ക്സ് ഗിവിങ് ഡേ ട്രഡീഷനാണ് ഫുട്ബോൾ ഗെയിംസ് കാണുക. ഫുട്ബോൾ ഗെയിംസ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുട്ബോളല്ല, അമേരിക്കൻ ഫുട്ബോളാണ്. അപ്പോൾ ഈ അമേരിക്കൻ ഫുട്ബോൾ ലീഗ് എല്ലാ വർഷവും ഗെയിംസ് താങ്ക്സ് ഗിവിങ് ഡേയുടെ അന്ന് കുറച്ച് സ്കെഡ്യൂൾ ചെയ്യും. അപ്പം ടർക്കിയൊക്കെ അവനിൽ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആൾക്കാർ താങ്ക്സ് ഗിവിങ് ഡേ പരേഡ് കാണും. പിന്നെ താങ്ക്സ് ഗിവിങ്ങിന് ഉള്ള ഈ ഹോളിഡേ ഗെയിംസ് കാണും, ഫുട്ബോൾ ഗെയിംസ് കാണും. ഇതൊക്കെയാണ് ആൾക്കാർ ഫാമിലി ആയിട്ട് ഗെറ്റ് ടുഗെദർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ അന്ന്. താങ്ക്സ് ഗിവിങ്ങിൻ്റെ അടുത്ത ദിവസം ബ്ലാക്ക് ഫ്രൈഡേ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ കടകളും അവരുടെ ഏറ്റവും ചീപ്പസ്റ്റും ഏറ്റവും ബെസ്റ്റ് ഡീൽസും അഡ്വർടൈസ് ചെയ്യുന്നത് ബ്ലാക്ക് ഫ്രൈഡേക്കായിരിക്കും. അപ്പോൾ അതും ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഒരു ട്രഡീഷൻ ആയി മാറിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. കാരണം ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് തുടങ്ങുന്നത് താങ്ക്സ് ഗിവിങ് കഴിയുന്ന ഉടനെയാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ഫ്രൈഡേ ആ സമയത്ത് വരുന്നത്. അപ്പോൾ എല്ലാ കടക്കാരും അവരുടെ കടയിലേക്ക് ആൾക്കാരെ വരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഡീലുകൾ ബ്ലാക്ക് ഫ്രൈഡേക്ക് ഇറക്കും. ആൾക്കാർ അതുകൊണ്ട് താങ്ക്സ് ഗിവിങ് ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി പതുക്കെ ഷോപ്പിങ്ങിന് അടുത്ത ദിവസം രാവിലെ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഷോപ്പിങ്ങിന് പോകും. ഇതും താങ്ക്സ് ഗിവിങ് ഒരു ട്രഡീഷനായിട്ട് ഓൾമോസ്റ്റ് മാറിയിരിക്കുകയാണ്. പിന്നെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഒരു നല്ല ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിന് നമ്മൾ താങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ താങ്ക്സ് ഗിവിങ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ ആൾക്കാർ മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കും. നമ്മളെക്കൊണ്ടാവുന്നത് പോലെ മറ്റുള്ളവർക്ക് പിന്നെ ഫൈനാൻഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഉള്ള ഫുഡ് ഡെലിവറി ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമയം വോളണ്ടിയർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഈ സമയം പലരും ഉപയോഗിക്കാറുണ്ട്. താങ്ക്സ് ഗിവിങ് അതുകൊണ്ടൊരു വളരെ നല്ല ഒരു ഹോളിഡേ ആണ്. നമ്മുടെ ബ്ലെസ്സിങ്സ് മനസ്സിലാക്കുകയും മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ നല്ല ഒരു ഹോളിഡേ ആണ് താങ്ക്സ് ഗിവിങ്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ട്രഡീഷൻസും എന്തുകൊണ്ടാണ് താങ്ക്സ് ഗിവിങ് ഒരു നല്ലൊരു ഹോളിഡേ ആണെന്നുള്ളതിനെ പറ്റിയും ഒരു പാരഗ്രാഫ് എഴുതാം. ടുഡേ Thanksgiving is a time for families to come together and give thanks for the blessings of the past year. More Americans travel to visit their families during Thanksgiving than any other time during the year. The traditional way to celebrate Thanksgiving is by making an elaborate meal, consisting primarily of roast turkey and side dishes like mashed potatoes, stuffing, cranberry sauce, pumpkin pie, eggnog, etc. Every year, Americans also watch the annual Macy's Thanksgiving Day Parade held in New York City and broadcast live around the nation. The parade consists of giant helium balloons in the shapes of popular children's characters, live performances by celebrities,
and it ends with a float bringing Santa Claus into town, officially welcoming the Christmas season. Another Thanksgiving tradition is families getting together and watching a football game, with many teams scheduling games on Thanksgiving Day. People also use Thanksgiving as an opportunity to help others by volunteering their time or donating money or food to prepare and distribute Thanksgiving meals to those in need. Thanksgiving also marks the beginning of the holiday season in the US. The Friday after Thanksgiving is called Black Friday, when stores all over the country offer their best deals to lure customers who start shopping for Christmas presents for their loved ones. Thanksgiving is a wonderful holiday that gives us the opportunity to be thankful for the blessings we have had and to donate whatever we can to help those less fortunate than us. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് താങ്ക്സ്ഗിവിംഗ് എന്നുള്ള ഫെസ്റ്റിവലിനെ പറ്റി കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.